ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിട്ടോ. മൂന്നാറല്ല കേട്ടോ, ചിന്നക്കനാലാട്ടോ. നമ്മൾ അടുത്ത DJ ഷോയ്ക്ക് വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ നമ്മൾ ഷോയ്ക്ക് എന്നും ഇവിടെ തന്നെയാണ് ഗായ്സ്. മടുത്ത് മടുത്ത് ഇവിടെ തന്നെയാണ്. പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ. ഗായ്സ്, ഒരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ട അതിൻ്റെ മണ്ടേ കയറി. ഇതൊന്നും കാണത്തില്ല പണ്ടാരോ. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഓടയിൽ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നടന്നത് താഴേട്ട് വന്നേ. ഗൈസ്, മറ്റേത് ഞാൻ പോർട്രേറ്റ് മോഡിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ പോർട്രേറ്റിലാട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ആരും പേടിക്കണ്ട. അപ്പോൾ നമ്മളിത് ഇതേണ്ട മഞ്ഞത്ത് നടക്കണം. ഇതേണ്ട നല്ല റോഡ്. എൻ്റെ ഗൈസ് എല്ലാവരും ഒരേ കോസ്റ്റ്യൂമാണ്. നോക്കിയോ, കണ്ട ഈ സാധനം ഒന്ന് തലേന്ന് പുറത്തിറക്കട്ടെ. അയ്യോ, മഴ അരിഞ്ഞു മഞ്ഞത്ത് മഴ അരിഞ്ഞു. ഗൈസ്, നമ്മൾ പോവുകയാണ്. അങ്ങനെ വേണ്ടേ, നോക്കൂ ഗൈസ്, നോക്കൂ. വാടി മറ്റേ ഇത് കഴിച്ചിട്ട് പോവാം. ഏതായാലും വിജിലേട്ടെ വിളിച്ചില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഗൈസ് പുതിയ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടോ എല്ലായിടത്തും ഉണ്ട്. എന്നാലും ജസ്റ്റ് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ ഗൈസ്. എവിടെയും വൃത്തികേടായിട്ടൊന്നുമില്ല. പിന്നെ തേയിലത്തോട്ടമൊക്കെ കാണിച്ചു തരാം. അകത്ത് കാണാൻ പറ്റില്ല ഗൈസ്, മഞ്ഞായതുകൊണ്ട്. ഇത് അവിടെ ഒരു ചേട്ടൻ. അപ്പം നമ്മൾ ഗൈസ്, അപ്പോൾ ഫുഡ് ചേട്ടന് കടയൊക്കെ അടച്ചു പോയായിരുന്നേ. പക്ഷെ നമുക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതേണ്ടേ നിൽക്കുന്നു. ഇതേ വണ്ടി വന്നു ഗൈസ്. കാണത്തില്ലോ മഞ്ഞത്തായതുകൊണ്ട്. കണ്ടോ, നല്ല സെറ്റപ്പാട്ടോ ഇവിടെ. അപ്പോൾ മഞ്ഞായതുകൊണ്ട് നമ്മളിങ്ങനെ ഫോർ ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കിയാണ് ഇട്ടേക്കണേ. കാരണം ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിട്ട് ഗൈസ് നമ്മൾ പതുക്കെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇതേണ്ടേ നമ്മുടെ റിസോർട്ട്. ഇതേ ക്യാമ്പ് ഫയറിന്റെ സ്ഥലം. ഇവിടെ പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ബൈ പിന്നെ കാണാം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇതേണ്ടേ നമ്മുടെ കടയും പോട്ടെ. ഞാൻ എന്നാ പറഞ്ഞത്, ഹായ് ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ റിസോർട്ടിൽ കൂടെ താഴേട്ട് പോവുകയാണ്. റിസോർട്ട് എത്തി, കുറച്ച് താഴേട്ട് പോവാണ് ഗൈസ്. നോക്കൂ, ഈവൻ എന്നെ പറയുന്ന കേക്കത്തില്ല. ഫോട്ടോ എടുക്കാനോ? അത് ആ വഴിക്കൊക്കെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരുമാതിരി മഞ്ഞൊക്കെ മൂടി ഇരുട്ടുമായില്ലേ. ഒന്നും നടന്നില്ല. കുറച്ചപ്പെട്ട ഫോട്ടോസ് ഒക്കെ എടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ലേ. വേണ്ട, ഒരു രസമില്ല ഈ ഇരുട്ടത്തെ. കണ്ണ് കണ്ടാ തന്നെ ഒരു മിനിറ്റ്. അയ്യോ, നമുക്ക് പൂപ്പാറ വഴി പോകണം. ആഷ്ലി, പൂപ്പാറ കണ്ടോ? എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. നിങ്ങളല്ലേ ഇവിടെ ആനയിറങ്ങൽ ഡാമോ? അതെവിടെ? മൂന്നാറ് പോയാൽ ഇപ്പൊ തിരക്ക് കാരണം പെട്ടു. മൂന്നാർ എന്നും പോണല്ലേ. ശരിയാ, ഇതുവഴി പോയ ആഷ്ലിക്ക് സെറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇപ്പൊ രാത്രിയിലാ അല്ല, മറ്റേ നമ്മുടെ ബൊട്ടാനിക്കലിന്റെ ആ വഴിക്ക്. ബൊട്ടാനിക്കൽ ഞാൻ എടുത്തിട്ടുള്ള ചേട്ടായി. രാത്രിയായില്ലേ, 6:22 ഇരുണ്ട ഒരുമാതിരി കറുത്തിരിക്കും. മൂന്നാർ വഴി പോവാം. കറുത്തിരിക്കും. ഇനിയിപ്പോ പറഞ്ഞിട്ടായില്ല മൂഞ്ചി വേറെ വീട്ടിൽ പോവാം. ഹലോ എവിടെയാ ചേട്ടായി? അല്ല, നമ്മളിപ്പോ പോവാ മൂന്നാറിന്റെ കൂടെ. ഈ മഴ ഈ ഇരുട്ടത്ത് എവിടെ കാണാനാ? ചേട്ടാ എവിടെയാ? മുനിയറാണോ? അങ്ങനെ പറയല്ലേ. ഞാൻ ഓർത്തിരുന്ന വർക്കിന് പോയായിരിക്കും. ഐഫോൺ മേടിക്കണം. അപ്പൊ എനിക്ക് ഐഫോണിന് ഇരുട്ടത്ത് കാണത്തില്ല. ഇവിടെ മഴയുണ്ട്. ചിന്നക്കനാലും മഴയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കേറി വന്നപ്പോഴേ ഒരു ചെറിയ ഡൗട്ട് അടിച്ചു. അതായത് ചിന്നക്കനാലിലെ മറ്റേ മാനേജർ ഇല്ലേ, അവിടെ എപ്പോഴും നിന്ന് വർത്താനൊക്കെ പറയണ ഒരു മാനേജർ. ഇവിടെ മഞ്ഞില്ല. ആ ചേട്ടൻ ബൈക്കൊക്കെ ആയിട്ട് പോയി. മഞ്ഞില്ല, ബൈക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്ന കണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്തു ഈ പുള്ളി DJ ഉള്ള ദിവസം അവിടെ എന്തെങ്കിലും വർക്കൊക്കെ ആയിട്ട് തിരക്കായിട്ട് നടക്കും. ബൈക്കില് റിലാക്സ് ആയിട്ട് പോവില്ലല്ലോ. അപ്പഴൊരു ഡൗട്ട് അടിച്ചു. അവിടെ നോക്ക്, ബിൽഡിംഗ് ഒക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ
ആ ഹാളിലാണ് വരൂ വരൂ വെട്ടൊന്നുമില്ല. ഗായ്സ്. ഞാൻ അടുത്ത സ്ഥലം കാണിച്ചു തരാം ഗായ്സ്. കോഴമഞ്ഞൾ, ഓഹോ കാട്ടുമഞ്ഞൾ, ഓഹോ. അതൊക്കെ 1 മിനിറ്റ് ഗായ്സ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ശരി. പിന്നെ ഗായ്സ് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളൊരു നല്ലൊരു സ്പോട്ടിലെത്തി. ഇതേ ഗൈസ് ഫുള്ള് മഞ്ഞ് കുറവായിരുന്നു ആദ്യമേ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞ് ഇങ്ങോട്ട് വന്നു. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പുറമൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. അത് ഞാൻ പോർട്രേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കാണാം. ദേ ആഷ്ലി ഡാൻസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണു. ദേ വൈഫ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണു. ഞാനും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണു. കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണാം ഗൈസ്. ദേ നോക്കി. ഓ സൂപ്പർ ഗൈസ്. ദേ നോക്കൂ, സൂപ്പർ നൈസ്. ഹായ് ഗായ്സ്. അപ്പൊ ദേണ്ടേ നോക്കിക്കോ, ഇവിടെ മുഴുവൻ തിരക്കാണ് ഗൈസ്. അയ്യോ നമ്മളെ മാത്രമേ കാണത്തുള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങളെ പതുക്കെ കാണിച്ചു തരാം ഗൈസ്. ഇതെങ്ങനെയാ സ്ലോ ആക്ക, ഇതെങ്ങനെ ചെറുതാക്കണേന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് ചെറുതാക്കാമേ. ചോളം വേണോ? എനിക്ക് വൈറ്റ് കൊക്കോപ്പുഴുണ്ട്. കുറച്ച് മുമ്പ് 2 പുൾസ് പാടി ആഷ്ലി. ആ പിള്ളേരുടെ എന്റെ പേഴ്സ് ഉണ്ടോ? എന്റെ കയ്യിലുണ്ട് ഗൂഗിൾ പേ. ഗൂഗിൾ പേ ഉണ്ടായിരുന്നു എപ്പോഴാ ഞാൻ കൊടുത്താൻ. ഡേഡി ഇവിടെ നല്ല എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ പറ്റും. എടി ഇവിടെ ഇപ്പൊ മഴ. ദേ ഈ പാറ. വാ ഗൈസ്. ആഷ്ലി വിഷമിച്ചിരിക്കുകയാണ് ഗൈസ്. വാ നമുക്ക് ആഷ്ലിക്ക് എന്നേലൊക്കെ വാങ്ങിക്കാം. ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം. നിക്ക് ഗായ്സ്. അപ്പൊ നമ്മൾ ഇതേണ്ടേ ഗായ്സ്. നല്ല രസമില്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത രസമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. പിന്നെ ഇതെങ്ങനെ മിനിമൈസ് ചെയ്യും? അത് ഇങ്ങനെ ചെറുതാക്കി ഗൈസ്. അപ്പോൾ എന്നെ ചെറുതാക്കി ഇവിടെ വലുതാക്കി. നമുക്ക് പതുക്കെ നടക്കാം. ഇത് വൈഫിൻ്റെ കൂടെ ആയിട്ട് നടക്കണം. നോക്കിയോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടക്കുവാണ്. ഗൈസ് അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഉണ്ടെന്ന് അറിയാൻ മേലെ. അവരെ കണ്ടിട്ട് ഉള്ള പോലെ തോന്നണില്ല. ആർക്കറിയാം, പോയി നോക്കാം. ഇപ്പോൾ ഇതെൻ്റെ വെള്ളച്ചാട്ടം കണ്ടോ? അവിടെ താഴെട്ടുണ്ടോ വെള്ളച്ചാട്ടം? താഴെ വന്നു. ഇത് നമ്മളിവിടെ ചോളം പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഇവിടെ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ചോളവും മറ്റേ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ മേടിച്ചായിരുന്നു. ഇതെൻ്റെ ബ്രെഡ് കോംപ്ലേറ്റ് ഗായ്സ്. ബ്രെഡ് കോംപ്ലേറ്റ്. ഇതേ ചോളം ഗായ്സ്. അപ്പോൾ നമ്മൾ ചോളമൊക്കെ മേടിച്ച് തിന്ന് ഇപ്പൊ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക ഗായ്സ്. പുറത്തേലത്തെ വ്യൂ ഒക്കെ നോക്കിയത് നല്ല രസമല്ലേ പുറത്തെ വ്യൂ. ഞങ്ങൾ ആ സൈഡിൽ ഒരു മൂലക്കിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്കങ്ങ് പതുക്കെ യാത്ര ആലപിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഞാനോ ഇങ്ങനെ ആ സീറ്റ് ബെൽറ്റ് അങ്ങോട്ട് ഇടണം. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ബ്രേക്കും ചവിട്ടി പിന്നെ എന്നതാ ഗിയറൊക്കെ നോർമലായിട്ട് ഇട്ടാണ്. ഇനി സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഓൺ ആക്കി. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ മേളിലൊക്കെ നോക്കൂ. ദേ അവിടെയൊക്കെ ഭയങ്കര മഞ്ഞാണ്. ദേ പാറപ്പുറത്തൊക്കെ ആട്ടോ ഗൈസ്. ഇവിടെ പാറയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പതുക്കെ പോവാണ് ഗൈസ്. ഓ സെക്കൻഡ് ഗിയർ ഇട്ടു. വണ്ടി പതുക്കെ പുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം ഗൈസ് നമുക്കിപ്പോ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഇപ്പൊ ഭയങ്കര ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ തോന്നുന്നു. ഞാൻ വൈഡ് ആംഗിൾ ആക്കി ഗൈസ്. വീട്ടിൽ ചെന്ന വീട്ടിലേക്ക് ഇറങ്ങാറാകുമ്പോഴേക്കും റിസൾട്ട്. എത്ര ദിവസം ആയിട്ടേ ഇവരെന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാടയായിരുന്നു. ഒരാഴ്ച പോലും പ്രതീക്ഷിക്കാതെ. ഇപ്രാവശ്യം പാടായതുകൊണ്ട് ഇനി പിള്ളേരെ ഇപ്പോഴേ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി റിലാക്സ് ചെയ്തോട്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ വരുന്നു. ഭയങ്കര മഞ്ഞാണ് ഗൈസ്. പക്ഷെ ഈ ഫോഗ് ലാമ്പ് ഉള്ളതുകൊണ്ട് നല്ല കാര്യമായിട്ട്. ഫോഗ് ലാമ്പ് ഉള്ളതുകൊണ്ട് വണ്ടിക്ക് അത്യാവശ്യം വഴി കാണാം. പക്ഷെ ക്യാമറയിൽ നല്ലപോലെ കാണാം. വ്ളോഗിങ്ങാ നല്ല രസമല്ലേ വ്ളോഗ് ചെയ്തോണ്ട് പോകാൻ. എന്റെ യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ കിടക്കട്ടെ. ഞാൻ എവിടെയാന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? കെനോ. വണ്ടിക്കകത്ത് GPS വെച്ചേക്കല്ലേ. അയ്യോ ഒന്നും കാണത്തില്ല ഗായ്സ്. മഞ്ഞാണ് ഗായ്സ്. വഴി ഒട്ടും കാണത്തില്ല. ഇതിൽ കാണാലോ, കാറിൽ കാണാലോ, ഫോണിൽ കാണാലോ.
ഞാനല്ലായിരുന്നു നേരത്തെ ഓടിച്ചോണ്ടിരുന്നത്. പണ്ടൊരു ദിവസം അക്കു ഉണ്ടായിരുന്നപ്പോ ഗായ്സ്. അപ്പൊ അവിടെ 2-3 മഞ്ഞില് എന്തോ കടയോ വണ്ടിയുടെ ലൈറ്റ് കാണാം. കടയാണോ? ഹോം സ്റ്റേ ആണ് ഗൈസ്. ഏതായാലും അവിടുന്ന് കഴിച്ചല്ലോ. എന്റെ ഉണ്ടാകുന്ന അറിഞ്ഞില്ല, അവിടെ നിന്നൊന്നും കഴിച്ചൊന്നും അറിയില്ല. എനിക്ക് മറ്റേ വലിയ വലിയ സാധനം എന്റെ ഉണ്ടാവുന്നത് എനിക്ക് വലുതാ. അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. വെള്ളം വലുത് മമ്മി പൈസ തരുമോ? പൈസ തരുമോ നാളത്തേക്ക്? അല്ല ആ അങ്കിളിന്റെ പൈസ കൊടുക്കാൻ തരുമോ? ആർക്കറിയാം. ഒരു അഭിമാന പ്രശ്നമല്ലേ ഇതൊക്കെ ചെയ്യാനായിരുന്നു. പോയി ഇന്ന് രാവിലെ കൊടുക്കായിരുന്നു മഞ്ഞ്. ഇന്ന് രാവിലെ ഒക്കെ കഴിഞ്ഞു. മേടിച്ചും പോയി. എനിക്കൊരു ഗുഡ് മോർണിംഗ് സ്റ്റിക്കർ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് പോലും ചെയ്യരുത്. നമുക്ക് ഇന്ന് നാളെ കൊടുക്കാം. മമ്മിയോട് ചോദിക്കട്ടെ. ഉണ്ടായിരുന്ന ഷോയും ക്യാൻസൽ ആയി പോയി. എന്നാ ചെയ്യാനാ? അല്ലായിരുന്നു ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്താനെ. ഇന്നത്തെ ഷോ പ്രതീക്ഷയല്ലേ ഞാൻ വിളിക്കുന്നു കൊടുക്കാന്ന് പറഞ്ഞു. നേരത്തെ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് പോയാൽ മതി. ഈ വഴി കൂടെ പടയപ്പ ഇറങ്ങും. ഇങ്ങനെ ആനക്കാല ഇതിൽ കൂടെ ആനയുടെ കാല് ഇന്നലത്തത് മാറി ഇന്നായിരുന്നു. പിന്നെ ആ പുള്ളിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അടിമാലില്. എന്തിന്റെ ബേക്കേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് അങ്ങനെ എന്തോ. അപ്പൊ അതായിട്ട് ബിസിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളോർത്തു അങ്ങനെ ആയിരിക്കും. നമ്മളാണേലും ഇന്ന് മാത്രമേ വീട്ടിൽ ഇരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞായിരുന്നു ഇച്ചേട്ടയല്ലേ അടിമാലിക്ക് ഇറങ്ങുമ്പോ അങ്ങോട്ട് വാങ്ങ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഒരു ദിവസം ഉള്ള ഏട്ടയെ ഉറങ്ങ, ശരിക്കും റെസ്റ്റ് എടുക്ക, എല്ലാ ദിവസം കടയിലൊന്നും. എന്നിട്ട് ആ ഒരു ദിവസം ഉറങ്ങിയോ? ഇല്ല. ഇത് കളയാൻ പറ്റുമോ? താത്തിട്ട് അങ്ങോട്ട് ഇടും. മഞ്ഞത്ത് ആര് കാണാൻ? ആ നിക്ക് ഒരു വണ്ടി ഉണ്ട്, നോക്കണ്ട. അതുകൊണ്ട് അവന് പറന്നു പോണേ. അതിന് വഴി അറിയാം. എനിക്കറിയാം. അല്ല ഇവിടെയുള്ളമാരല്ല. ഇനിയുണ്ട് ബൈക്കിൽ ഒരു വണ്ടി കൊണ്ട്. അത് അങ്ങ് പുറകിലാണ്. എന്നിട്ടോ ഞങ്ങട് ചോള കടകളൊക്കെ പൊളിച്ചളഞ്ഞാന്ന് ഇവിടുത്തെ കടകളൊക്കെ. ആന കളഞ്ഞതാ. ഇത് കണ്ടിട്ട് ആന കളഞ്ഞവരാണ്. ചിലപ്പോ ഇവിടെ ഡേഞ്ചർ സ്പോട്ട് ആയതുകൊണ്ടായി ഇവിടുന്ന് മാറ്റിച്ചാണ്. തൊട്ടടുത്ത് നിന്ന് ഒരു പെണ്ണ് വീഡിയോ ഇട്ടേക്കണം. ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അതെ 7 ദിവസം കൂടെ. ഗൈസ്, അങ്ങനെ ഞങ്ങള് ടൗണിലെത്തി. പെട്രോള് റിസർവ് ആയി ഗൈസ്. ഡീസൽ റിസർവ് ടാങ്ക് ആയി. അപ്പൊ അതുകൊണ്ട് പോയി ഡീസൽ അടിക്കണം ഗൈസ്.
ഇതാണ് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം നല്ല ടൗൺ ആട്ടോ. ഗൈസ്, ഇടുക്കി പട്ടിക്കാടാന്ന് പറയുന്ന ചില അവന്മാരുണ്ട്. അവന്മാരൊക്കെ ഒന്ന് കാണുന്നത് ടൗണ്. ഞങ്ങള് പട്ടിക്കാട്ടിലാട്ടോ ഇത്രയും വലിയ ടൗണൊക്കെ ഗൈസ്. നോക്കുക, സിറ്റി ഒന്നും അല്ല, എന്നാലും ടൗൺ ആണ് ഗൈസ്. നോക്കുക, പിന്നെ ക്യാമറയില് ഇങ്ങനെ തന്നെ അല്ലേ, ഈ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോ എന്താ പോലെ. ക്യാമറ തുടക്കാത്തോണ്ടാ, മഞ്ഞ് കയറിയതുകൊണ്ടാ. അങ്ങനെ നമ്മള് പെട്രോൾ പമ്പ് എത്തി. പെട്രോൾ പമ്പ് കയറി വെക്കണ ഗൈസ്. എന്നിട്ട് ഡീസൽ അടിക്കട്ടെ. എങ്ങോടാ ഏട്ടാ? ഇവിടുത്തെ പണി നമ്മുടെ പെട്രോൾ നോക്കിയോ, റിസർവ് ടാങ്കിൽ അയക്കണ്ട. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ പോവാണ്. ഗൈസ്, അപ്പം നമ്മൾ 1500 രൂപ പെട്രോൾ അടിക്കാൻ പോണേ. ഡീസലാണ് ഡീസൽ 1500. ഇത് 1200 ഉള്ളത്. ഒന്നെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് വരെ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ളത്, റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ളത്. പക്ഷെ ഇവിടുത്തെ പല മലയാളികളും ഇന്ത്യയിലുള്ള പല അവന്മാരുടെയും ചിന്ത ഹോട്ടൽ എന്ന് പറഞ്ഞാലും റെസ്റ്റോറന്റ് പറഞ്ഞാലും ഒന്നാണ്. ഇന്ത്യ ഹോട്ടലിൽ സ്റ്റേ ഉണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാനാ എല്ലാം കണക്കാ. അവൻ ജിമ്മിൽ പോണ്ട്, അത് കാണുമ്പോ അറിയാം. ഞാനും പോകുന്നുണ്ട്. അവൻ ജിമ്മിൽ പോണോണ്ടാ, അത് ജിമ്മിൽ പോണോണ്ടാ, ആ ജിമ്മിൽ പോണോണ്ടാ അവന്റെ ബോഡിയും ഫേസ് എല്ലാം കറക്റ്റായി. മുഖത്തിന് വ്യത്യാസം വരുന്നു. ബസ്സേരി വിളിക്കണം. ഞാൻ ആഷിഫിനെ പറഞ്ഞാലോ ഇന്നാ? അശ്ബിനുണ്ടോ ഇന്ന് അവിടെ? ആഷിഫിന് അവിടെ ഇല്ല. ആഷിഫിനോട് ചെല്ലാൻ പറയണം, കാരണം ഇവിടെ നിന്ന് എത്തുമ്പോൾ ലേറ്റ് ആവും. എന്നാ വിളി എടുത്താലോ?